ഹായ് ഫ്രണ്ട്സ്, വളരെ വ്യത്യസ്തമായ ഒരു മൈനിങ് പ്രൊജക്ടിനെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, സേഫ് പാൽ, ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ്, ഇങ്ങനെ നിരവധി വാലറ്റുകൾ നമുക്ക് സുപരിചിതമാണ്. ഇവയിൽ പലതും നാം യൂസ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ നെക്സസ് ഐഡി എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്യുകയും ഈ ഐഡി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ് ഫിദൂഷ്യ ലാബ് ലിമിറ്റഡ്. ഒരേ സമയം ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള ഈ വാലറ്റ് 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. മാത്രമല്ല, ഏത് സാധാരണക്കാരനും ഒരു മൊബൈൽ ഫോൺ മാത്രമുണ്ടെങ്കിൽ യാതൊരു ചെലവുമില്ലാതെ ഹൈപ്പർ കോയിൻ മൈൻ ചെയ്തെടുക്കാം. ഇതിനെയാണ് ഹൈപ്പർ മൈനിങ് പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നത്. ക്രിപ്റ്റോ ഇൻഡസ്ട്രിയുമായിട്ട് യാതൊരു അനുഭവവും എക്സ്പീരിയൻസും ഇല്ലാത്ത വ്യക്തിക്ക് പോലും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ഹൈപ്പർ കോയിൻ മൈൻ ചെയ്തെടുക്കാം. ഒപ്പം കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോസസ്സിന്റെ ഭാഗമായാൽ 25 ലെവൽ വരെ നിങ്ങൾക്ക് ഹൈപ്പർ കോയിൻ ഏൺ ചെയ്യാവുന്നതാണ്. 2026 തുടക്കം മുതൽ ഈ കോയിൻ എക്സ്ചേഞ്ചിലുള്ള ഏത് കോയിനുമായിട്ടും റെഡീം ചെയ്ത് നമുക്ക് വരുമാനം നേടാം എന്നുള്ളത് ഈ പ്രൊജക്ടിന്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. പ്രൊജക്ട് ആരംഭിച്ചിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പ്രീ മൈനിങ്ങിന് ശേഷം എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒപ്പം ഇത് ഒരു 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിട്ട് ഓരോരുത്തരും ഓണേഴ്സ് ആയിക്കൊണ്ട് ഈ പ്രൊജക്ടുകൾ വളരുന്നുണ്ടാവും. അടുത്ത 16 വർഷത്തേക്കുള്ള റോഡ് മാപ്പും ആക്ടിവിറ്റീസും തയ്യാറായി കഴിഞ്ഞു. ഡിയർ ഫ്രണ്ട്സ്, ഡൺസ് ആൻഡ് ബ്രാഡ്സ്ട്രീറ്റ് എന്ന ഗ്ലോബൽ ഡാറ്റ മാനേജ്മെന്റ് ലീഗൽ ഗൈഡൻസ് ഓർഗനൈസേഷനിൽ ഈ പ്രൊജക്ട് രജിസ്റ്റേർഡ് ആണ് എന്നുള്ളത് ഈ പ്രൊജക്ടിലെ മെമ്പേഴ്സ് ആയ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനം നൽകുന്നതും ഒപ്പം ഈ പ്രൊജക്ടിന്റെ ലീഗൽ സപ്പോർട്ടിനെയും എടുത്തു കാണിക്കുന്നു എന്നുള്ളതാണ്. ഗ്ലോബലി 146ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ് ഡൺസ് ആൻഡ് ബ്രാഡ്സ്. വ്യക്തമായ ലീഗൽ സപ്പോർട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. DID അഥവാ ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ ഐഡന്റിറ്റി അഥവാ സെൽഫ് ഓൺഡ് ഡിജിറ്റൽ ഐഡന്റിഫിക്കേഷൻ ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പലപ്പോഴും നാം ചിന്തിക്കും, ഇങ്ങനെയുള്ള പ്രൊജക്ടുകളുടെ യൂട്ടിലിറ്റീസ് എന്തൊക്കെയാണ്? യെസ്, ഈ പ്രൊജക്ടിന്റെ മുഖ്യ ഉദ്ദേശം ക്രിപ്റ്റോ കറൻസിയെ പോപ്പുലറൈസ് ആക്കുക, ക്രിപ്റ്റോ കറൻസി കോമൺ മെനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ക്രിപ്റ്റോ കറൻസിയുടെ മൈക്രോ ലെവലിലുള്ള യൂട്ടിലിറ്റിയെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നു. ആരംഭത്തിൽ തന്നെ നിരവധി പ്രോജക്റ്റുകൾ റണ്ണിംഗ് ആണ്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആമസോൺ പ്രൈം, സോണി ലൈവ്, Z5, ലയൺ ഗേറ്റ്, ഹോട്ട്സ്റ്റാർ ഗ്ലോബലി എന്നിങ്ങനെ നിരവധി പ്രൊജക്റ്റുകൾ സ്റ്റാർട്ടഡ് ആയിട്ടുണ്ട്. ഒപ്പം ദുബായ് ബേസ്ഡ് സിം കാർഡായ ഡ്യൂവിന്റെ റീചാർജിങ്ങും ഈ പ്രൊജക്റ്റിലൂടെ ഇന്ന് ഭാവിയിൽ നിരവധി യൂട്ടിലിറ്റി പ്രോഗ്രാംസ് കമ്പനി പ്ലാൻ ചെയ്യുന്നു. സോ ഡിയർ ഫ്രണ്ട്സ്, ഒരു മൊബൈൽ ഫോൺ മാത്രം മതി ഈ സിസ്റ്റത്തിലൂടെ കൂടുതൽ വരുമാനം ഏൺ ചെയ്യാൻ. നിങ്ങൾ ഈ സിസ്റ്റത്തെ കുറിച്ച് ആഴത്തിൽ പഠിക്കുക, ഈ പ്രൊജക്ടിന്റെ ഡീപ്നെസ് മനസ്സിലാക്കുക. ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ യൂട്ടിലിറ്റി പ്രോഗ്രാംസിലും ഓരോ കമ്പനികളുടെയും സ്റ്റാൻഡേർഡും ലെവലും ക്രെഡിബിലിറ്റിയും മനസ്സിലാക്കിയാൽ നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന ഹൈപ്പർ മൈൻ എന്ന പ്രൊജക്ടിന്റെ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടാവും. ഈ പ്രൊജക്ടിലൂടെ
ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ വിഷ് ചെയ്യുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.